ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീഹാർ ഇലക്ഷൻ സംബന്ധമായ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. സോ ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് 2003 ശേഷം ബീഹാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കിട്ടിയ ആൾക്കാർക്ക് ഇനി മുതൽ വോട്ട് ചെയ്യണമെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കണം. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് ഡോക്യുമെന്റ്സിൽ ആധാർ ഐ ഡി, വോട്ടേഴ്സ് ഐ ഡി ഓർ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടുത്തുന്നതല്ല. അവർ ഹാജരാക്കേണ്ട ഡോക്യുമെന്റ്സ് ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ പാസ്പോർട്ട് അവർ ഹാജരാക്കേണ്ടി വരും. പക്ഷെ ഇതിലുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ റൂറൽ ആയിട്ടുള്ള ആൾക്കാർ, ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഡോക്യുമെന്റ്സ് ഉണ്ടാവണമെന്നില്ല. സ്കൂളിൽ പോയിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും, ബർത്ത് സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇതെങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി തന്നെ ഇതിൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇലക്ഷൻ ഈ അടുത്തിരിക്കുന്ന ടൈമിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു റിവിഷന് പോകുന്നു എന്ന് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരിക്കുകയാണ്. കാരണം ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ടൈം വിൻഡോ ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് പ്രൂവ് ചെയ്ത് ഇവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിൽക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ടൈം ഗ്യാപ്പ് വളരെ ചെറിയൊരു ടൈം ഗ്യാപ്പാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഇതിന് വളരെയധികം വർക്ക് എടുക്കേണ്ടി വരും. സോ സുപ്രീം കോടതിക്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു സസ്പീഷൻ വന്നിട്ട് അവർ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് കുടിയേറിയ ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിക്ക് കൊടുത്ത ഉത്തരവെന്ന് പറയുമ്പോൾ മരിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പേര് വന്ന ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കോമൺ റിവിഷൻ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആധാറും വോട്ടേഴ്സ് ഐ ഡിയും ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, വോട്ടേഴ്സ് ഐ ഡി എന്നുള്ള തിരിച്ചറിയൽ രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരല്ലേ ഇവർക്ക് വോട്ട് ചെയ്യാൻ എന്തുകൊണ്ട് അധികാരമില്ലെന്ന് പറയുന്നു? ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കാനാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാമല്ലോ. പക്ഷെ അവർ ബോധിപ്പിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഓൾമോസ്റ്റ് ഒരു 64 ലക്ഷം പേരുടെ പേര് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നതാണ്. അവർക്ക് ഇതിന് പരാതിപ്പെടാനോ ഇതില് പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ടൈം ഗ്യാപ്പ് പോലും ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളാനാണ്. ഒപ്പോസിഷൻ വളരെയധികം എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ അന്ത്യം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. സോ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വേണോ? അതോ വോട്ടേഴ്സ് പട്ടിക പുതുക്കേണ്ട കാര്യമില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഇതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.